ലോകം ഇന്ന് അപകടത്തിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ, രംഗം മുഴുവനും അപകടത്തിലേക്ക് നീങ്ങുകയാണ്. പാവങ്ങളായ നാമൊക്കെ മുസ്ലിമീങ്ങളായി ജീവിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഇസ്ലാമിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാനുള്ള ശ്രമം പലവിധേന നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. എന്റെ ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മറക്കണ്ട അല്ലേ? അതൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. ഈടെയായി ഒരു പെൺകുട്ടിനോട്, ഒരു മുസ്ലിം പെൺകുട്ടിനോട് മദ്രസയ്ക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ഇവിടെ അഭിനന്ദനായ നൂഹുമറൊക്കെ ഇവിടെ പറഞ്ഞു. ഒരു മുസ്ലിം പെൺകുട്ടിയോട് ഈടെയായി ചോദിച്ചു, നമ്മളെ രാജ്യത്ത് ഏക സിവിൽ കോഡ് വേണോ? നമ്മുടെ നാട്ടിൽ ഏക സിവിൽ കോഡ് വേണോ? എല്ലാ മതക്കാർക്കും ഒരേ സിവിൽ നിയമം, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയൊക്കെ ഒരേ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ശൈലി, അത് വേണോ? മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയോ? നമുക്ക് നിസ്കരിക്കണ്ടേ? നമുക്ക് ഇസ്ലാം അംഗീകരിക്കുന്ന രൂപത്തിൽ സക്കാത്ത് കൊടുക്കണ്ടേ? നമുക്ക് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന രൂപത്തിൽ നിക്കാഹ് ചെയ്യണ്ടേ? ഇസ്ലാമിന്റെ എല്ലാ മനുഷ്യ നിയമങ്ങളൊക്കെ ഒരുപോലെ, സിവിൽ നിയമങ്ങളൊക്കെ ഏകീകരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പെൺകുട്ടിനോട് ചോദിച്ചത് വേണോ? മുസ്ലിം പെൺകുട്ടി പറഞ്ഞു, ആ വേണം, ഏക സിവിൽ കോഡ് വേണം. എന്തിനാ പല ആളുകൾക്കും പല രൂപത്തിൽ ജീവിക്കണത്? പറഞ്ഞത് മുസ്ലിം പെൺകുട്ടി. ഇരിക്കണ ഇന്ത്യങ്ങളിൽ മക്കൾ. അതേപോലെ പൊട്ട് തൊട്ട ഒരു പെൺകുട്ടിയോട് ചോദിച്ചു, ഏക സിവിൽ കോഡ് വേണോ? ആ പെൺകുട്ടി കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ആ പെൺകുട്ടി പറഞ്ഞു, മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ വിശ്വാസാചാരാനുഷ്ഠാനങ്ങളുണ്ട്, ഹിന്ദുക്കൾക്ക് അവരുടെ വിശ്വാസാചാരാനുഷ്ഠാനങ്ങളുണ്ട്, ക്രിസ്ത്യാനികൾക്കും മറ്റ് മതക്കാർക്കും അവരവരുടെ അനുഷ്ഠാന ആചാരങ്ങളുണ്ട്. അത് ഓരോരുത്തരും അനുഷ്ഠിച്ച് ജീവിക്കുക എന്നല്ലാതെ അത് മുഴുവനും കൂട്ടിക്കുഴച്ച് ഒന്നാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പൊട്ട് തൊട്ട ഒരു പെൺകുട്ടിക്ക് കഴിഞ്ഞു എന്ന് ഞാനും നിങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോ, എൻ്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, ഉമ്മ, ഇസ്ലാം എന്ന് പറയുന്ന പാവങ്ങളായ നമ്മളെയും നമ്മളെ മക്കളെയും ഇസ്ലാമിൽ നിന്ന് കൊണ്ട് വ്യതിചലിപ്പിക്കാൻ, അവസാന അധർമ്മത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഈമാനില്ലാതെ മരിക്കുന്നവരെ സമൂഹമാക്കി മാറ്റാൻ ഇവിടെ ഇബ്ലീസ് റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്ന കാലമാ. ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയണം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്താ, ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളാണ്. ഞങ്ങൾ മരിച്ചു ചെന്നാൽ ഹബീബിന്റെ കൂടെ താമസിക്കാനുള്ളവരാ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ മറക്കാൻ ഞങ്ങളില്ല, അള്ളാനെ മറക്കാൻ ഞങ്ങളില്ല. അള്ളാഹും റസൂലും പറഞ്ഞ വഴിയിൽ നിന്ന് ഒരണിമണി തൂക്കം ഞങ്ങളെ പറകോട്ട് പോകില്ലെന്ന് പറയാ. അതിൽ അധിഷ്ഠിതമായി നമ്മുടെ തലമുറയെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സഹോദരികളെ നമുക്ക് കഴിയണം കേട്ടോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഓർക്കാമ്യം, അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. അങ്ങനെയാണ് ലോകം ഇസ്ലാം എന്ന് പറയുന്ന, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന നമ്മളിൽ എത്ര പേര് നമ്മൾക്ക് മനസ്സിന്റെ ഉള്ളിൽ ഇസ്ലാം ഉണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അങ്ങനെ ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിഞ്ഞാൽ, യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാൻ കഴിഞ്ഞാൽ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ് എന്ന് പറയാൻ യുവാക്കളെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഞാനും നിങ്ങളും കരുത്താർജിച്ചാൽ ഈ ഭൂമിയിൽ നമുക്ക് ദുഃഖമില്ല. മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ കിടക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ കിടക്കുമ്പോ ഭാര്യ അടുത്തിരുന്ന് കരയുന്നുണ്ട്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയായ ബിലാൽ മുഅദ്ദിൻ ലോകത്തോട് വിട പറയാൻ കിടക്കുമ്പോ സ്വന്തം ഭാര്യ അടുത്തിരുന്ന് കരയുകയാണ്. വാ ബിലാലാ, വാ കർബാ, വാ ഹുസ്നാ. എൻ്റെ ബിലാൽ ലോകത്തോട് വിട പറയുകയാണ്. എൻ്റെ ബിലാലിൻ്റെ ദുഃഖമേ, വേദനയേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കൂടെ ജീവിച്ച ഭാര്യ കണ്ണീര് വാർത്തപ്പോ സക്കറാത്തിൽ കിടക്കുന്ന ബിലാൽ പറഞ്ഞ മറുപടി യുവാക്കളെ പറയാൻ നമുക്ക് കഴിയണം. ബിലാൽ പറഞ്ഞു, ഭാര്യ കരയണ്ട, എനിക്ക് ദുഃഖമുണ്ടെന്ന് കരുതണ്ട, ഞാൻ മരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വേണമെങ്കിൽ പറഞ്ഞോ, വാ ത്വറബാ, എൻ്റെ ബിലാലിൻ്റെ സന്തോഷമേ എന്ന് പറഞ്ഞോ ഭാര്യ. കാരണം ഞാൻ മരിച്ചാൽ മുഹമ്മദാ,
ഞാൻ റസൂലുള്ള പറഞ്ഞ വഴിയിൽ നിന്ന് വ്യതിചലിച്ചവനല്ല, അള്ളാന്റെ റസൂല് കാണിച്ച മാർഗത്തിൽ നിന്ന് തെന്നിപ്പോയവനല്ല, ലോകത്തിന്റെ നേതാവിന്റെ ഇഷ്ടത്തിൽ മാത്രം ജീവിച്ചവനാണ്. അതുകൊണ്ട് ഞാനെങ്ങാനും മരിച്ചാൽ മുഹമ്മദാ, നാളെ ഞാൻ റസൂലുള്ളാഹിനെ കാണും ഭാര്യ. ഇന്ന് മരിച്ചാ നാളെ മുതൽ എൻ്റെ ജീവിതം റസൂലുള്ളാഹിന്റെ കൂടെയാ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെയാ. യുവാക്കളെ, മരിച്ചാലും മുറിയാത്ത രസമുള്ളത് മുഅ്മിനീങ്ങൾക്കാണ്, ഖബറിലും രസമുള്ളത് മുഅ്മിനീങ്ങൾക്കാണ്. ഖബറിലേക്ക് ചെന്നാൽ കാണാനുള്ളത് നമ്മുടെ കരളായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ കാണാനുള്ള സൗഭാഗ്യം കിട്ടുന്നവൻ ആരോഗ്യമുള്ള കാലത്തും ജീവിതകാലം മുഴുക്കയും ഹബീബിന്റെ അടി ഉമ്മത്തായി ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ്. അതുകൊണ്ടാണ് ശൈത്വാൻ ഈ വഴിയിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, തെറ്റിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിശാചിനെ തിരിച്ചറിയാനും നന്മയുള്ള ഒരു സമൂഹമായി നമ്മൾ മാറാനും ഇരിക്കുന്ന നമ്മൾ തയ്യാറാകലോടൊപ്പം നമ്മുടെ തലമുറക്ക് ധർമ്മബോധമുണ്ടാക്കാൻ കഴിവിന്റെ പരമാവധി അധ്വാനിക്കേണ്ട കാലമാണ്. ഇടയായി ഒരു മാന്യ സ്നേഹിതൻ കൗൺസിലിംഗിന് പോകുന്ന ഒരു സുഹൃത്ത് എന്നോടൊരു അനുഭവം പറഞ്ഞു, ഒരു സംഭവം പറഞ്ഞു. അദ്ദേഹത്തെ ഒരു പിതാവ് ആ പിതാവിന്റെ മകനെ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി വിളിച്ചുപോയി. കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. ഈ പണ്ട് സ്നേഹിതൻ അവിടെ ചെന്നു നോക്കുമ്പോ കാണുന്നത് ആ കുട്ടിയുടെ ഉപ്പ ഒരു സ്കൂൾ അധ്യാപകനാണ്. ആ അധ്യാപകന്റെ തലക്ക് സ്റ്റിച്ചിട്ടിരിക്കുകയാണ്. മകന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ട് ബാപ്പാന്റെ തലക്ക് സ്റ്റിച്ചിട്ടിരിക്കുകയാണ്. ചോദിച്ചു, എന്താ സംഭവം? ആ സമയത്ത് അദ്ദേഹത്തോട് ബാപ്പ പറഞ്ഞു, ഒന്നുമല്ല, എന്റെ മകൻ കുറച്ച് കാലമായി അവന്റെ നടത്തവും കൂട്ടുകെട്ടും സ്നേഹിതന്മാരും അവന്റെ പോക്കും വരവും ഒക്കെ എനിക്കത്ര ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥ. അവസാനം എന്തോ ഇവന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി, എന്തോ മാറ്റങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ ഒരിക്കൽ അവനില്ലാത്ത സമയം നോക്കി ഞാൻ അവന്റെ മൊബൈൽ ഒന്ന് പരിശോധിച്ചു. എന്റെ മുമ്പിലേക്ക് രക്ഷിതാക്കളെ, ഉമ്മമാരെ, വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കേൾക്കണം ഈ കാര്യം. ഇന്ന് അപകടത്തിൽ നമ്മൾ നാളെ ഈ അഭിമാനത്തോടെ ജീവിക്കുന്ന നാം മാനം കെട്ട് മരിക്കരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ബാപ്പ പറയാണ്, ബാബ ഇയാളോട്, ഞാൻ എൻ്റെ മകന്റെ മൊബൈൽ ഒന്ന് എടുത്ത് മൊബൈൽ പരിശോധിച്ചു നോക്കിയപ്പോ ഞാൻ അതിൽ കണ്ടത് അവന്റെ ഉമ്മാന്റെ വസ്ത്രം അഴിച്ചിട്ട ഫോട്ടോകൾ. ഒരു മകന്റെ, ഒരു മുസ്ലിമായ ഒരു ചെറുപ്പക്കാരന്റെ മൊബൈലിൽ അവന്റെ ഉമ്മാന്റെ നഗ്നയായ ഫോട്ടോകൾ. പോരാ, അവന്റെ പെങ്ങന്മാരുടെ വസ്ത്രം അഴിച്ചിട്ട ഫോട്ടോകൾ. ആ അധ്യാപകനായ പിതാവ് ഇയാളോട് പറഞ്ഞ പോലെ എൻ്റെ തല കറങ്ങിപ്പോയി. അവസാനം ഇത് പോയി മകനെ ചോദ്യം ചെയ്തു. മകനെ ചോദ്യം ചെയ്തതിന്റെ ഫലമായിട്ടാണ് അടിപിടിയായതും ബാപ്പ വീണതും തലപൊട്ടിയതും. എന്തിനാണ് മകന്റെ ഉമ്മാന്റെ നഗ്നയായ ഫോട്ടോ? എന്റെ സഹോദരങ്ങളെ, ഈ മകനിന്ന് കഞ്ചാവിനടിമയാണ്. നല്ല ബാപ്പ, അഭ്യസ്തവിദ്യനായ പിതാവ്, നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവനും സ്വാധീനമുള്ള മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യന്റെ യുവാവാകുന്ന മോന് ഇന്ന് കഞ്ചാവിനടിമയാ. അവൻ സ്വയം കഞ്ചാവിനടിമയായി മാറിയതല്ല. അവൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ സ്നേഹിതന്മാർ, അവൻ്റെ ഒപ്പം നടക്കുന്നവൻ്റെ ആളുകൾ അവനെ വഞ്ചിച്ചതാണ്. ഏതായാലും ഇവൻ ഇന്ന് കഞ്ചാവിനടിമയാണ്. കഞ്ചാവ് വാങ്ങാൻ പണം കിട്ടാനുള്ള സൗകര്യം അന്വേഷിച്ചപ്പോ ആരോ ഇവനെ പഠിപ്പിച്ചതാണ്. നിന്നെ പെറ്റ ഉമ്മാന്റെ നഗ്നയായ ഫോട്ടോ ലഭിച്ചാൽ, നിന്റെ പെങ്ങന്മാരെ നഗ്നയായ ഫോട്ടോ ലഭിച്ചാൽ അത് വിറ്റിട്ട് പണമുണ്ടാക്കാ. 10 മാസം ഗർഭം ചുമന്ന് വേദന സഹിച്ച പ്രസവിച്ച പൊന്നുമ്മാന്റെ വിവസ്ത്രയായ ഫോട്ടോ
ബാത്റൂമിലും മറ്റും ഒളിക്യാമറ വെച്ച് പിടിച്ചിട്ട് ഇന്ന് മകൻ അവൻ്റെ അതിൻ്റെ കച്ചവടക്കാരനാ. എൻ്റെ ചെറുപ്പക്കരിതാക്കളെ, ഉമ്മ പേടിപ്പെടുത്തുന്ന കാലമാ. നമ്മുടെ തലമുറയെ സ്നേഹിക്കുന്നു ഞാനും നിങ്ങളും, എൻ്റെ മക്കളെ ഇഷ്ടപ്പെടുന്നു ഞാനും നിങ്ങളും. പക്ഷേ നാളിതുവരെ നമ്മളെ തറവാട് നേടിയ അഭിമാനമുണ്ടല്ലോ, നമ്മളെ നാട്ടിലുണ്ടാക്കിയ അന്തസ്സുണ്ടല്ലോ, അത് നമ്മുടെ തലമുറ തകർക്കാതെ സൂക്ഷിക്കണം കേട്ടോ. അതിനുള്ള ഏക വഴി നമ്മളെ മക്കൾക്ക് മതബോധമുണ്ടാക്കലാണ്.